SPCയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം? ഉത്തരം 2010 ഓഗസ്റ്റ് 2. SPC ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 2. SPCയുടെ പതാകയുടെ നിറം എന്താണ്? ഉത്തരം നീല. SPCയുടെ പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? ഉത്തരം ദേശീയ സമഗ്രത അടിസ്ഥാനമാക്കിയുള്ള അച്ചടക്കം, സർഗാത്മകത. SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 2010 ഓഗസ്റ്റ് 27. SPC കേഡറ്റ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 27. SPCയുടെ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ ആരാണ്? ഉത്തരം പ്രധാനാധ്യാപകൻ. SPCയുടെ വെർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേര്? ഉത്തരം അകലങ്ങളിലെ പ്രപഞ്ചം. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജ് ഏതാണ്? ഉത്തരം www.studentpolicecadet.org. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ഉത്തരം ജില്ലാ കലക്ടർ. SPC ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം K. ജയകുമാർ. SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ഡ്രിൽ ഇൻസ്ട്രക്ടർ അഥവാ DI. കേരളത്തിൽ ഏത് സംസ്ഥാനത്തു നിന്നുള്ള സഹായത്തോടെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിച്ചത്? ഉത്തരം രാജസ്ഥാൻ. SPC കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിവരുന്ന കോമഡി പരിപാടിയുടെ പേര്? ഉത്തരം ചിരിയോ ചിരി. SPC വെർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഉത്തരം മഹാത്മാഗാന്ധി. SPCയുടെ ഒരു പദ്ധതിയായ ചിരിയോ ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ഉത്തരം 9477900200. SPCയുടെ ദേശീയ ഗാനം ഏതാണ്? ഉത്തരം പാന്ത് നഹി ഹേ. SPCയുടെ ദേശീയ ഗാനം ആലപിച്ചത് ആരാണ്? ഉത്തരം ഷാൻ. SPC പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക നാമം എന്താണ്? ഉത്തരം CPO. SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ദൃശ്യപാഠം. കേരളത്തിലെ SPCയുടെ ഫൗണ്ടർ ആരാണ്? ഉത്തരം P. വിജയൻ IPS. SPCയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം We learn to serve. വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഏതാണ്? ഉത്തരം ആഭ്യന്തര വകുപ്പ്. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ? ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. കേരളത്തിലെ ഏത് സ്കൂളിലാണ് SPC പ്രൊജക്റ്റിൻ്റെ കേരളത്തിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഉത്തരം ചാല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. നിലവിലുള്ള സ്കൂളുകൾക്ക് പോലീസ് കാഡറ്റ് ലൈസൺ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ്? ഉത്തരം സ്കൂളിൻ്റെ പരിധിയിലുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടർ. സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. SPC പരേഡിൽ ക്വിക്ക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര അകലത്തിലാണ്
കാൽപാദങ്ങൾ വയ്ക്കേണ്ടത്? ഉത്തരം 24 ഇഞ്ച്. ഏത് കമ്പനിയുമായി സഹകരിച്ചാണ് SPC ഊർജ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നത്? ഉത്തരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. നാഷണൽ കാഡറ്റ് ഡേ എന്നാണ്? ഉത്തരം ജനുവരി 17. കേരള പോലീസിൽ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? ഉത്തരം പപ്പു എന്ന സീബ്ര. ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കേഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? ഉത്തരം വലതുഭാഗത്തേക്ക്. ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള ഓഫീസറാണ്? ഉത്തരം DYSP. SPC പദ്ധതിയിൽ ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം? ഉത്തരം 22 പേർ. ദേശീയ തലത്തിൽ SPC പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം രാജ്നാഥ് സിംഗ്. SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ്? ഉത്തരം സംസ്ഥാന പോലീസ് മേധാവി അഥവാ DGP. SPC കേഡറ്റ് അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ഉത്തരം 30 ഡിഗ്രി. SPC പ്രൊജക്റ്റിനെ സംസ്ഥാന തലത്തിലുള്ള റോഡ് സുരക്ഷയ്ക്കായുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഏത് അതോറിറ്റിയാണ്? ഉത്തരം കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. എൻ്റെ മരം എന്ന പദ്ധതിയിൽ SPCയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് ഏതാണ്? ഉത്തരം സോഷ്യൽ ഫോറസ്ട്രി. SPC ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ്? ഉത്തരം സംസ്ഥാനതല ഉപദേശക സമിതി. SPC പദ്ധതിയിൽ കേഡറ്റുകൾ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന തൊപ്പിയുടെ പേര് എന്താണ്? ഉത്തരം SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ്? ഉത്തരം സംസ്ഥാന പോലീസ് മേധാവി അഥവാ DGP. നാഷണൽ കാഡറ്റ് ഡേ എന്നാണ്? ഉത്തരം ജനുവരി 17. കോട്ട്മ നിയമം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പുകയില ഉൽപ്പന്നങ്ങൾ. CMDRF എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ദുരിതാശ്വാസം. കേരള പോലീസിൻ്റെ ആപ്തവാക്യം എന്താണ്? ഉത്തരം മൃദുഭാവോ ദൃഢകൃത്യേ. റോഡ് മുറിച്ചു കടക്കുന്നത് ഏത് ഭാഗത്തു കൂടിയാണ്? ഉത്തരം സീബ്ര ലൈനിൽ കൂടി. ഔദ്യോഗിക വാഹനത്തിൽ 3 നക്ഷത്രങ്ങൾ പതിക്കുന്നത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്? ഉത്തരം ADGP.